ഹായ്, മത്സര പരീക്ഷകളിൽ സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് വിഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാൻ സോഷ്യൽ സയൻസ് പാഠശാല എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഗവർണറായിരുന്നു. ഗോവയിലാണ് അദ്ദേഹം ജനിച്ചത്. ഗോവയിലെ നിയമസഭാ അസംബ്ലിയുടെ സ്പീക്കറായിരുന്നു ശ്രീ ആർലേക്കർ. പിന്നീട് അദ്ദേഹം വനം, പരിസ്ഥിതി തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയുമായി. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി രാജ്ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ തമിഴ്നാട് ഗവർണറുടെ ഔദ്യോഗിക വസതി എന്താണ്? അതും രാജ്ഭവൻ തന്നെയാണ്. അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എല്ലാം ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയെ വിളിക്കുന്ന പേരാണ് രാജ്ഭവൻ. കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ പേര് ക്ലിഫ് ഹൗസ് എന്നാണ്. കന്റോൺമെൻറ് ഹൗസ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയാണ്. ലോകത്തിലെ കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളിൽ 6ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 17ാം നൂറ്റാണ്ടിൽ ബാബ ബുഡാൻ എന്ന സൂഫി സന്യാസി യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ കുറച്ച് കാപ്പി വിത്തുകൾ കൂടി കരുതിയിരുന്നു. അദ്ദേഹം അത് കർണാടകയിലെ ഒരു പ്രദേശത്ത് മുളപ്പിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ കാപ്പി കൃഷി ആരംഭിക്കുന്നത്. കാപ്പി കൃഷിക്ക് ആവശ്യമായ താപനില എത്രയാണ്? 15 ഡിഗ്രിക്കും 28 ഡിഗ്രിക്കും ഇടയിൽ. 150 സെൻറ്റിമീറ്ററിനും 250 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. 600 മീറ്ററിനും 1600 മീറ്ററിനും ഇടയിൽ ഉയരമുള്ള പ്രദേശങ്ങളിൽ കാപ്പി സുലഭമായി വളരും. കാപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. 2ാം സ്ഥാനം കേരളത്തിനാണ്. 3ാം സ്ഥാനം തമിഴ്നാടിനും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ബ്രസീലാണ്. കാപ്പി ഉത്ഭവിച്ചത് എത്യോപ്യ എന്ന ആഫ്രിക്കൻ രാജ്യത്തിലാണ് എന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയിൽ 2 കാപ്പി വകഭേദങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്: അറേബിക്കയും റോബസ്റ്റയും. ഇന്ത്യൻ കോഫി ബോർഡ് സ്ഥാപിതമായത് 1942-ലാണ്. അമേരിക്കൻ ചലച്ചിത്ര ഇതിഹാസമാണ് റോബർട്ട് റെഡ്ഫർഡ്. ഇദ്ദേഹത്തിന് 1980-ൽ മികച്ച സംവിധായകനുള്ള ഓസ്കാർ ലഭിച്ചു. 1978-ൽ സൺ ഡാൻസ് ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിക്കുന്നതും ഇദ്ദേഹമാണ്.